നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര, ഓം പരമേശ്വരായ ഭഗവാനെ, ഓം പാർവദേവി ഭഗവതി, ഓം സുബ്രഹ്മണ്യ സ്വാമി നമോ, അയ്യപ്പ സ്വാമി നമോ, ഓം കാളികാരി ദേവി ദുർഗാദേവി ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഗ്രഹണ യോഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഗ്രഹണ യോഗം, അതായത് കേതുവും ചന്ദ്രനും വളരെ അനുഭവവേദ്യമാകുന്ന രാശിയിൽ സംയോജിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ് ഗ്രഹണയോഗം. ഗ്രഹണയോഗം പലപ്പോഴും നക്ഷത്ര ജാതർക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നുവെങ്കിലും ചില നക്ഷത്രക്കാർക്ക് വളരെ വളരെ ഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത്. അപ്പോൾ കേതുവിൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഗ്രഹണയോഗം 5 രാശിക്കാർക്ക് വളരെ വളരെ ഭാഗ്യദായകമായ അനുഭവങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള പുരോഗതി, അതുപോലെ കുടുംബ ജീവിതത്തിലുള്ള പുരോഗതി, തൊഴിലിനുള്ള പുരോഗതി, കർമ്മ മേഖലയിലുള്ള പുരോഗതി തുടങ്ങിയവയെല്ലാം ഈ 5 രാശിക്കാർക്ക് വന്നു നിറയുക തന്നെ ചെയ്യും. 5 രാശി നക്ഷത്ര ജാതർക്കും അത് 5 രാശി നക്ഷത്ര ജാതർക്ക് തീർച്ചയായിട്ടും ഭാഗ്യദായകമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് ചെറു ചെറു ദോഷങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന 5 രാശികളിലെ നക്ഷത്ര ജാതർ ഒഴിഞ്ഞ് വരുന്ന നക്ഷത്ര ജാതരെല്ലാവരും മഹേശ്വര ക്ഷേത്രത്തിൽ, വൈഷ്ണവ ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ഈ പറഞ്ഞ കാളി ക്ഷേത്രത്തിൽ, ദുർഗാദേവി ക്ഷേത്രത്തിൽ, അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ എന്ന് വേണ്ട ഗണപതി ഭഗവാന്റെ മുമ്പിൽ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെല്ലാം തന്നെ പോകാൻ കഴിയുന്ന ഭാഗത്തെല്ലാം, അല്ലെങ്കിൽ പോകാൻ കഴിയുന്ന ക്ഷേത്ര സവിധത്തിലെല്ലാം തന്നെ പോവുക എന്നുള്ളതാണ്. ഗ്രഹണ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറു ചെറു ദോഷങ്ങളൊക്കെ വന്ന് ഭവിക്കാം. അപകടങ്ങൾ വരാം, അല്ലെങ്കിൽ സാമ്പത്തികമായ തകരാറിലാവാം, അതുപോലെ തന്നെ ചില ആരോഗ്യ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവാം. ഇതൊക്കെ വന്ന് ഭവിക്കാനുള്ള ചാൻസ് ഗ്രഹണയോഗത്തിലൂടെ ഉണ്ട്. നമ്മൾ പറയുന്ന 5 രാശിക്കാരും ആ നക്ഷത്ര ജാതരും ഒഴികെയുള്ള നക്ഷത്ര ജാതരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക. ഭാഗ്യദായകമായിരിക്കുന്ന ഈ നക്ഷത്ര ജാതരും ക്ഷേത്ര ദർശനം നടത്തിയെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് ഇതൊക്കെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. മാർച്ച് 30-നാണ് കേതുവും ചന്ദ്രനും സംയോജിക്കുന്ന ഗ്രഹണയോഗം ഉണ്ടാകുന്നത്. ആ ഗ്രഹണയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗഭാഗ്യങ്ങൾ നിറയുന്ന നക്ഷത്ര ജാതർ ആരൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തേത് ഇടവം രാശിയാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി ചേരുന്ന ഇടവം രാശി. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹണയോഗം, അതായത് കേതുവിൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഗ്രഹണയോഗം ഭാഗ്യദായകമായ ഒട്ടനവധി അനുഗ്രഹങ്ങളാണ് നൽകാൻ പോകുന്നത്.
ഇടവം രാശിക്കാരുടെ 4-ാം ഭാവത്തിലാണ്, ചന്ദ്രഗ്രഹത്തിനേറെ ഇഷ്ടമുള്ള 4-ാം ഭാവത്തിലാണ് ഗ്രഹണയോഗം ഉണ്ടാകാൻ പോകുന്നത്. ഇത് ശുഭകരമായ ധാരാളം ഭാഗ്യ അനുഭവങ്ങൾ ഇടവം രാശിക്കാർക്ക് നൽകുക തന്നെ ചെയ്യും. പുതിയ വീട്, പുതിയ വാഹനം, അതുപോലെ തന്നെ പുതിയ തൊഴിൽ മേഖലകൾ തുടങ്ങിയവയൊക്കെ സമ്മാനിക്കുന്നതിനായിട്ട് ഗ്രഹണയോഗത്തിന് കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമൂഹികമായ അംഗീകാരവും പ്രശസ്തിയും ഇടവം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരാനും ഗ്രഹണയോഗം അനുഗ്രഹിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നിലനിന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറി അനുകൂലമായിരിക്കുന്ന ഒരു സമയം ഗ്രഹണ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടവം രാശിക്കാർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ സാമ്പത്തികമായ മേൽക്കോയ്മ, സാമൂഹികമായ മേൽക്കോയ്മ, നേതൃത്വപരമായിരിക്കുന്ന വ്യവസ്ഥിതികളെല്ലാം തന്നെ ഇടവം രാശി നക്ഷത്ര ജാതർക്ക് ഗ്രഹണയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരിക തന്നെ ചെയ്യും. അടുത്തത് കുംഭം രാശി നക്ഷത്ര ജാതരാണ്. അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ചേരുന്ന കുംഭം രാശി. കുംഭം രാശിക്കാരുടെ 7-ാം ഭാവത്തിലാണ് ഗ്രഹണ യോഗം നടക്കുന്നത്. കേതുവും ചന്ദ്രനും സംയോജിക്കുന്ന ഗ്രഹണ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുംഭം രാശിക്കാർക്ക് വളരെ ഭാഗ്യദായകമായ അനുഭവങ്ങൾ വന്നു നിറയും എന്നുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിലെയും കുടുംബ ജീവിതത്തിലെയും സന്തോഷത്തിന് പൂർണ്ണതയുണ്ടാകും. അതുപോലെ തന്നെ മക്കൾക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കുള്ള അവസരങ്ങൾ തുറന്നു കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പൂർണ്ണമായും പൂർത്തീകരിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് മേഖലകളിലൊക്കെ തന്നെ വലിയ വിജയമുണ്ടാകും. പുതിയ പുതിയ മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുവാൻ കഴിയും. കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിക്കുന്ന വഴിയിൽ തന്നെ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാഗ്യവും ഗ്രഹണയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുംഭം രാശിക്കാർക്ക് വന്നു ചേരുന്നു. അതുപോലെ തന്നെ ആഗ്രഹിച്ച പങ്കാളിയെ സ്വന്തമാക്കാനുള്ള ഭാഗ്യവും ഗ്രഹണയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുംഭം രാശി നക്ഷത്ര ജാതർക്ക് അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും വിദേശത്ത് പോകുന്നതിനായിട്ടുള്ള ആഗ്രഹപരമായിട്ടുള്ളതാണെങ്കിലും എല്ലാം നടക്കുന്ന ഒരു നല്ല വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. മാർച്ച് മാസം 30 നടക്കുന്ന ഗ്രഹണയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഭാഗ്യം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 12 മാസങ്ങളിലും, അതായത് വരാൻ പോകുന്ന എല്ലാ സമയങ്ങളിലും നിലനിൽക്കുക തന്നെ ചെയ്യും. അതായത് 2027 മാർച്ച് വരെയുള്ള സമയങ്ങളിൽ ഒരു വർഷക്കാലത്തോളം, കൃത്യമായി 12 മാസക്കാലത്തോളം ഇതിൻ്റെ ഭാഗ്യം നിലനിൽക്കും. സാമ്പത്തിക മാറ്റങ്ങളിലൊക്കെ ഇരട്ടി ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിലെ ഭാഗ്യങ്ങളുടേതായിരിക്കുന്ന ഒരു നീണ്ട നിര തന്നെയാണ് കുംഭം രാശിക്കാർക്ക് ഗ്രഹണയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്നത്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി. ധനു രാശിക്കാരുടെ 9-ാം ഭാവത്തിലാണ് ഗ്രഹണയോഗം നടക്കുന്നത്. കേതുവിൻ്റെയും ചന്ദ്രൻ്റെയും യോഗം നടക്കുന്നത് 9-ാം ഭാവത്തിലാണ്. ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങളാണ് ധനുരാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. വിദേശ യാത്രയ്ക്കുള്ള അനുമതി ലഭിക്കും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നത് തൊഴിലിനായിട്ടാണെങ്കിൽ അങ്ങനെ നടക്കും. വിദ്യാഭ്യാസത്തിനായിട്ടാണെങ്കിൽ ആ വിധേനയും നടക്കും. എല്ലാം കൊണ്ടും ഗ്രഹണ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശവാസം ഉറപ്പിക്കുവാൻ കഴിയുന്ന രാശിജാതരാണ് ധനുരാശി നക്ഷത്ര ജാതർ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മികച്ച സമയമാണ്. പരീക്ഷാ വ്യവസ്ഥകളിലൊക്കെ വലിയ മാർക്ക് വാങ്ങി വിജയിക്കുവാൻ കഴിയും. അലസതയൊക്കെ മാറി ഉജ്ജ്വലമായ തരത്തിൽ ഉണർന്ന് പ്രവർത്തിച്ച് പുതിയ വിദ്യാതലങ്ങളിലേക്ക് എത്തുന്നതിനായിട്ടുള്ള ഭാഗ്യം 2026 ഗ്രഹണ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പഠനത്തിലുള്ള താല്പര്യം ഇരട്ടിയാകും. അംഗീകാരങ്ങളും കീർത്തി മുദ്രകളും ലഭിക്കുന്നതിന് ഇടയാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, കടം പണം ആർക്കും കൊടുക്കരുത്, ജാമ്യം ആരുമായും ചേർന്ന് നിൽക്കരുത്, മധ്യസ്ഥതയ്ക്ക് പോവുകയരുത് തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. എല്ലാ തരത്തിലും വിജയം നേടിയെടുക്കുവാൻ കഴിയുന്ന രാശിജാതരാണ് ധനു രാശിജാതർ. ഭാഗ്യക്കുറിയിലൂടെയൊക്കെ വമ്പൻ ഭാഗ്യങ്ങൾ വന്നു ചേരും.
ജീവിതത്തിൽ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഉയർച്ചയുണ്ടാവും. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി. തുലാം രാശിക്കാരുടെ 11ാം ഭാവത്തിലാണ് ഗ്രഹണയോഗം നടക്കുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുന്നത്. കേതുവിൻ്റെയും ചന്ദ്രൻ്റെയും ഭാഗ്യദായകമായിരിക്കുന്ന അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ തുലാം രാശി നക്ഷത്ര ജാതർക്ക് കഴിയുമെന്നുള്ളത് ഉറപ്പിച്ചു പറയേണ്ട കാര്യമാണ്. തുലാം രാശിക്കാരുടെ 11ാം ഭാവത്തിൽ കേതുവിൻ്റേതായിരിക്കുന്ന സഞ്ചാരം നടക്കുന്നത് വഴി ഭാഗ്യദായകമായിരിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ, വിദേശ ഭാഗ്യക്കുറി ലഭിക്കുക, സ്വദേശ ഭാഗ്യക്കുറി ലഭിക്കുക, കിട്ടാതെ കിടന്ന സമ്പത്ത് കിട്ടുക, നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന ആഭരണാദികൾ തിരികെ കിട്ടുക, ഒരുപക്ഷെ നിധി പോലെയുള്ള സൗഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥകൾ വന്നു ചേരാനുള്ള ഭാഗ്യവും ഗ്രഹണ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുലാം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ വരുമാനം ഇരട്ടിയാകും. ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ വിജയം ഉറപ്പാക്കാൻ കഴിയും. വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മേന്മയുണ്ടാകുന്ന വർഷമാണ്, അല്ലെങ്കിൽ മേന്മയുണ്ടാകുന്ന യോഗമാണ് ഗ്രഹണയോഗം എന്ന് പറയുന്നത്. അലസത ബാധിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് അലസത നീങ്ങി പഠന താല്പര്യം വർദ്ധിക്കും. യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാൻ കഴിയും. തൊഴിൽ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തീർച്ചയായും അതിൽ ഉയർച്ചയുണ്ടാകും. സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇനി അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരുന്നില്ല. ഗ്രഹണ യോഗത്തിലൂടെ ധാരാളം സമ്പത്ത് ഈ 2026 അവരിലേക്ക് വന്ന് നിറയുക തന്നെ ചെയ്യും. അടുത്തത് കർക്കിടകം രാശിയാണ്. പുണർദം കാൽ പൂയം ആയില്യം ചേരുന്ന കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരുടെ 2ാം ഭാവത്തിലാണ് ഗ്രഹണയോഗം നിലനിൽക്കുന്നത്. ഇത് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മികച്ച നേട്ടങ്ങൾക്ക് അവസരമൊരുക്കുകയാണ്. മംഗളകരമായിരിക്കുന്ന പല ഭാഗ്യങ്ങളും കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നു. വിദ്യാഭ്യാസപരമായ പുരോഗതി, തൊഴിൽ പുരോഗതി, കാർഷിക മേഖലയിലെ പുരോഗതി തുടങ്ങി വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം, അതുപോലെ തീർത്ഥാടന യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യം, മംഗളകരമായ ഒട്ടനവധി കാര്യങ്ങൾ കർക്കിടകം രാശി നക്ഷത്ര ജാതരുടെ ഭവനങ്ങളിൽ നടക്കുക തന്നെ ചെയ്യും. അങ്ങനെ കർമ്മ മേഖലയാണെങ്കിലും അവരാഗ്രഹിക്കുന്ന മേഖലയാണെങ്കിലും ഏതും വമ്പൻ ഭാഗ്യങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഗ്രഹണയോഗത്തിലൂടെ ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷിതത്വവും സാമ്പത്തിക മേൽക്കോയ്മയ്ക്കും വളരെയധികം അനുയോജ്യമായ സമയമാണിത്. ഭാഗ്യക്കുറയിലൂടെയൊക്കെ നല്ല ധനം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രകളിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന സൗഹൃദങ്ങൾ ഭാഗ്യദായകങ്ങളായ സൗഹൃദങ്ങളാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തീർച്ചയായും കർക്കിടകം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങൾ വളരെയധികം ഭാഗ്യദായകങ്ങളായി മാറും. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും വമ്പൻ സന്തോഷങ്ങൾ വന്നു ചേരും. തീർച്ചയായിട്ടും ജീവിതം 2026 എന്ന് പറയുന്ന വർഷത്തിൽ ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ കർക്കിടകം രാശി നക്ഷത്ര ജാതരിലേക്ക് വന്നു നിറയും. അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും കർക്കിടകം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതരിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായും ഈ പറഞ്ഞ രാശിക്കാരായിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ നാമജപ പാരായണ വ്യവസ്ഥകളിലുമൊക്കെ പങ്കെടുത്ത് ഈശ്വരൻ എന്ന് പറയുന്നതിനെ പൂർണ്ണമായും മനസ്സിൽ കരുതി പ്രതിഷ്ഠിച്ച് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാ നന്മകളും ഉണ്ടാകും. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.